മക്ക ഷരീഫിൽ വെച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കഅബ ഷരീഫിലേക്ക് മുന്നിടലോട് കൂടി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെയായിരുന്നു ഖിബ്ലയാക്കിയിരുന്നത്. പിന്നെ ഇന്നത്തെ കോലം അത് കൂട്ടത്തിൽ പറയാം, ഇപ്പൊ ചോദ്യത്തിൽ പെട്ടതല്ലെങ്കിലും ഇന്നിപ്പോ 4 ഭാഗത്തും ചുറ്റോട് ചുറ്റുമാണ് നിസ്കരിക്കല്. അങ്ങനെ ഒരു നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവിടെ ഇല്ല, ബഹുമാനപ്പെട്ട ഖുലഫാഉർ റാഷിദുകളുടെ കാലത്തും ഇല്ല. ചുറ്റുഭാഗത്തും നിൽക്കുക, ഒരു ഭാഗത്ത് ഇമാം നിൽക്കുക, ചുറ്റോട് ചുറ്റും മഅ്മൂമിങ്ങൾ നിൽക്കുക എന്ന സംവിധാനം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോ ഖുലഫാഉർ റാഷിദുകളുടെ കാലത്തോ ഇല്ല. ഒരു ഭാഗത്ത് തന്നെയാണ് ഇമാം നിൽക്കുക, ആ ഭാഗത്ത് തന്നെയാണ് മഅ്മൂമിങ്ങളും നിൽക്കുക. പിൽക്കാലത്ത് പിന്നീട് ആളുകൾ കണ്ടമാനം വർദ്ധിക്കുകയും അസൗകര്യം വരികയും ചെയ്തപ്പോൾ പിന്നീടാണ് ചുറ്റുഭാഗത്തും നിൽക്കാൻ തുടങ്ങി. ഒരു ഭാഗത്ത് ഇമാമ് നിൽക്കും, ബാക്കി ചുറ്റുഭാഗത്തും മഅ്മൂമിങ്ങൾ നിൽക്കും. അത് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഅ് കൊണ്ട് പിന്നീട് അംഗീകരിക്കപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ പിന്നെ നിസ്കാരം വരും. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യമല്ലേ, ഖുലഫാഉർ റാഷിദുകൾ ചെയ്യാത്ത കാര്യമല്ലേ എന്ന് വരും. അതെ, അതിനാണല്ലോ ഇപ്പൊ നമ്മൾ അല്ലെങ്കിൽ തന്നെ ഈ കേസ് മൊഴിയാർ പണ്ട് പറഞ്ഞിട്ടില്ല, നിസ്കാരം സുന്നികൾക്ക് മാത്രമെന്ന്. സുന്നിയല്ലാത്തവൻ നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ ഓല അറിയാത്തതുകൊണ്ട് നിസ്കരിക്കല്ലേ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോ ഖുലഫാഉർ റാഷിദുകളുടെ കാലത്തോ അങ്ങനെ ചുറ്റോട് ചുറ്റും നിന്നുള്ള നിസ്കാരം ഇല്ല. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം മുതൽക്കാണ് അങ്ങനെ ഒരു സംവിധാനം തുടങ്ങുന്നത്. പക്ഷേ അതിനെ മുസ്ലിം ഉമ്മത്തിലെ ഉലമാക്കളൊക്കെയും അംഗീകരിച്ചപ്പോ ഇജ്മാഅ് കൊണ്ടിട്ട് അങ്ങനെ ആവാം എന്ന് വന്നതാണ്. അപ്പോ അവിടെ നിസ്കരിക്കുമ്പോൾ ഈ ഭാഗത്ത് അഥവാ റുക്നുൽ യമാനിയുടെയും ഹജർ അസ്വദിന്റെയും ഇടയിലുള്ള ഭാഗത്ത് കഅബ ഷരീഫിലേക്ക് മുന്നിടുമ്പോൾ വടക്കോട്ട് മുഖമാകും. കഅബയിലേക്ക് തിരിയുമ്പോൾ തന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാനും കഴിയും.